പട്ടാമ്പിക്കാർ കാത്തിരുന്ന ഒരു വമ്പൻ സംഭവം ഇതാ ഓണ സമ്മാനമായി നിങ്ങൾക്ക് മുന്നിലെത്തുന്നു. മാക്സ് 999 MWC മാക്സ് ഗ്രൂപ്പിന്റെ പുതുപുത്തൻ ഷോപ്പിംഗ് വിസ്മയം. എല്ലാ ട്രെൻഡി വസ്ത്രങ്ങളും നിങ്ങൾക്ക് സ്വന്തമാക്കാം വെറും 999 രൂപയ്ക്കുള്ളിൽ. പട്ടാമ്പിയിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചു. സാംസ്കാരിക സമ്മേളനവും നിമഞ്ജന ഘോഷയാത്ര എന്നിവയും ഇതിന്റെ ഭാഗമായി നടന്നു. വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പട്ടാമ്പിയിൽ ഗണേശോത്സവം സംഘടിപ്പിച്ചത്. വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗണേശ ഘോഷയാത്രകൾ മേലെ പട്ടാമ്പിയിൽ സംഗമിച്ചു. തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ RSS ഗൺസംഘാലക് VV രവീന്ദ്രനാഥ് ഭദ്രദീപം തെളിയിച്ചു. തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഗണേശോത്സവം വലിയ രീതിയിൽ ആഘോഷം തുടങ്ങിയ സമയത്ത് ആദ്യമായി ഒറ്റപ്പാലത്തെ ചടങ്ങിൽ ചെല്ലുമ്പോൾ അന്നവിടെ അത്ര വലിയ കൂട്ടമല്ലായിരുന്നു. പക്ഷെ ആ വർഷത്തെ പ്രസംഗം ഞാൻ അവസാനിപ്പിച്ചത് അടുത്ത വർഷം ഇതേ വേദിയിൽ, അന്ന് എനിക്ക് തോന്നി ഞാൻ മാളികപ്പുറം ചെയ്തിട്ടില്ല, ഇതേ വേദിയിലേക്ക് വരാനൊരു ഭാഗ്യം എനിക്ക് കിട്ടട്ടെ, അന്ന് ഇതിലും വലിയൊരു ജനാവലിയോടെ എത്തണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞുള്ള വർഷം മാളികപ്പുറം റിലീസാവുന്നു. ഞാനും ഉണ്ണിയും ദേവനന്ദി അടക്കമുള്ള ഒരു ചടങ്ങിന് ചെല്ലുമ്പോൾ അന്ന് ശരിക്കും ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡ് നിറഞ്ഞു കവിഞ്ഞ് അത്രയും വലിയൊരു ക്രൗഡിന് മുന്നിലാണ് ഗണേശോത്സവം ആഘോഷിച്ചത്. അതേപോലെ ഞാൻ പറയുന്നു, പട്ടാമ്പിയുടെ ഈ മണ്ണിലേക്ക് അടുത്ത വർഷം തീർച്ചയായിട്ടും എനിക്ക് വരാനൊരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ അന്ന് ഈ ഒരു ടൗൺ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ ചടങ്ങായി അത് മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും എൻ്റെ വരും സിനിമകൾ എപ്പോഴും വിശ്വാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് എൻ്റെ സിനിമകളെല്ലാം ഞാൻ ഒരുക്കിയിട്ടുള്ളത്. ഒരു അവസാന സിനിമ റിലീസായി സുമതിമുളക്, അതൊരു വലിയ വിജയമായപ്പോൾ അതിനും വിശ്വാസവും ഗ്രാമവും അമ്പലവും ഒക്കെ തന്നെയായിരുന്നു. ഞാൻ അടുത്ത ചെയ്യാൻ പോകുന്ന സിനിമ ഒരു ആനക്കഥയാണ്. ഞാൻ അനൗൺസ് ചെയ്തിരുന്നു. ഗോകുലം ഗോപാലേട്ടൻ പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. ചോറ്റാനിക്കര അമ്പലവും അവിടുത്തെ ഒരു ആനയും പറ്റിയുള്ള ഒരു കഥയാണ്. മാളികപ്പുറം പോലെ തന്നെ കുടുംബ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെയായിരിക്കും അത്. അതിന്റെ റിലീസിന് ശേഷമായിരിക്കും അടുത്ത ഗണേശോത്സവം വരുന്നത്. തീർച്ചയായും ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KP ഹരിദാസ് മുഖ്യപ്രഭാഷണം നടത്തി. സിനിമാ സംവിധായകൻ ശ്രീദേവ് കപൂർ മുഖ്യാതിഥിയായിരുന്നു. NK രജിൻ കൃഷ്ണ, NP മുരളീധരൻ, P ശിവദാസൻ, ചന്ദ്രൻകുട്ടി, രമേശൻ കാങ്കലത്ത്, KC സുരേഷ് ബാബു, മോഹനൻ എമ്പ്രാന്തിരി, P സുധാകരൻ, P പരമേശ്വരൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് ഗണേശ നിമഞ്ജന ഘോഷയാത്ര തുടങ്ങി. ഭാരതപ്പുഴയിൽ വിഗ്രഹ നിമഞ്ജനവും നടന്നു. നിരവധി പേർ പങ്കെടുത്തു.